അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കിന്ന് കുറച്ച് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് പുളിമുളക് ഇടുകയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാമെന്നും കൂടെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ വീഡിയോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 2 തക്കാളിയും 3 പച്ചമുളകാണ്. ഇത് മാത്രം മതി നമുക്ക് ഈ അടിപൊളി ഈ പുളിമുളക് ഇട്ടത് ഉണ്ടാക്കാൻ. അപ്പോൾ 2 തക്കാളി ഞാൻ ചെറുതാക്കിയിട്ട് അരിയുന്നുണ്ട്, കുഞ്ഞാക്കിയിട്ട് ഞാൻ ഇത് അരിയുന്നുണ്ട്. പിന്നെ പാന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വറവിടണം. അപ്പം നമ്മൾ കടുക്കി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളകും അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വരട്ടുക. വരട്ടുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചീച്ച് കൊടുക്കുക, പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലാക്കി നമ്മൾ ഗ്യാസ് സ്റ്റൗ സിമ്മിലാക്കി വെച്ചിട്ട് അതൊന്ന് അടച്ച് വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ കൊഞ്ചനെടുത്തിട്ട് കുറച്ച് മുളകും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം. നന്നായിട്ട് നമ്മൾ ഈ മസാലയൊക്കെ കൊഞ്ചിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം. കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് അത് നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. പിന്നെ കുഴക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ കൈക്ക് ഇതിൻ്റെ കൊഞ്ചിൻ്റെ മുള്ള് നട്ടിട്ടുണ്ടായിരുന്നു, മുള്ള് കുത്തിയിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൈ കൊണ്ട് തന്നെ കുഴക്കുന്ന കേട്ടോ, അടിപൊളി സൂപ്പറായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ മൂടി തുറന്ന് നോക്കി എന്നിട്ട് നല്ലോണം നമ്മൾ ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് ഉടച്ചു കൊടുക്കണം, എന്നാലാണ് കറിക്ക് എന്താ പറയുക, ഒരു ടേസ്റ്റ് ഉണ്ടാവും കറിക്കുള്ളത്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, ഇതേപോലെ വരണം. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല പിടിപ്പിച്ചിട്ടുള്ള കൊഞ്ചും മസാലയും കൂടെ നേരെ അതിലേക്ക് കമിഴ്ത്താം. എന്നിട്ട് അതൊന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കഴുകിയിട്ട് അതിലേക്ക് അതിലേക്ക് ഒഴിക്കുക. ഞാൻ നമ്മുടെ വടകര ഭാഷയിൽ അങ്ങ് പറഞ്ഞു പോയതാട്ടോ. നമ്മൾ എന്നിട്ട് ആ വെള്ളം കൂടി അതിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നും നമ്മുടെ സിമ്മിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ സ്റ്റൗ സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അതൊന്നുകൂടി വേവിക്കുക. കാരണം കൊഞ്ചിന് നല്ല വേവുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ നേരം നമുക്കത് വേവിച്ചെടുക്കാം. എന്നിട്ട് വെന്തിക്കൊന്ന് നമുക്ക് നോക്കാം. കണ്ടോ, സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇതിന്. വേറെ ഒന്നും വേണ്ട, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താക്കുകയെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമുക്കത് ഫുള്ളിലേക്ക് ഇടാം. സിമ്മിലുള്ള സ്റ്റൗ ഫുള്ളിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി അടച്ച് വെച്ചാൽ മതി കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഞാൻ ഈ സ്റ്റൗ ഫുള്ളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യും. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. സൂപ്പറായിരിക്കും. എല്ലാവരും എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.